കർത്താവിൻ്റെ തിരുനാമത്തിൽ വിശുദ്ധന്മാരെ എല്ലാവർക്കും വന്ദനം. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഇത് G2R പ്ലാറ്റ്ഫോമാണ്. നാളുകളായി തുടർമാനമായി ക്ഷമയോടുകൂടെ ദൈവവചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വന്ദനം. അപ്പസ്തലനായ പത്രോസ് തൻ്റെ ആത്മനിറവിൽ ദൈവാത്മ പ്രേരണയാൽ തന്നെ കൊണ്ട് എഴുതിച്ച 1-ാമത്തെ ലേഖനം 2-ാമത്തെ അധ്യായം 9-ാമത്തെ വാക്യം അടിസ്ഥാനമാക്കിയാണ് നാം തിരുവചനം വിചിന്തനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. രാജകീയ പുരോഹിതവർഗം. അപ്പോൾ പഴയ നിയമത്തിലെ ലേവ്യ പൗരോഹിത്യവർഗത്തെയും പുതിയ നിയമത്തിലെ രാജകീയ പുരോഹിതവർഗത്തെയും, പഴയ നിയമത്തിൽ ലേവി ഗോത്രത്തെയും മഹാപുരോഹിതന്മാരിൽ കൂടെ വ്യാപരിച്ച പൗരോഹിത്യ ഉപദേശത്തിൻ്റെയും കേന്ദ്രബിന്ദു, പുതിയ നിയമത്തിൽ യഹൂദ ഗോത്രത്തിൽ നിന്ന് ജനിച്ച് രാജാവും ദൈവവുമായി തീർന്ന ദൈവപുത്രനെ കേന്ദ്രീകരിച്ചിട്ടുള്ള രാജകീയ പുരോഹിതവർഗം. മലാക്കി പ്രവചനം 2-ാം അധ്യായത്തിൻ്റെ 6-7 വാക്യങ്ങളിൽ ദൈവം അവരെ ശോധന ചെയ്ത് പറയുകയാണ്, നേരുള്ള ഉപദേശം ലേവിയുടെ വായിൽ ഉണ്ടായിരുന്നു. എപ്പോൾ? മരുഭൂമിയിലും പിൽക്കാലത്ത് വാഗ്ദത്തശു വന്ന ശേഷത്തിൻ്റെ ആരംഭഘട്ടത്തിൽ. നീതികേട് അവൻ്റെ അധരങ്ങളിൽ കണ്ടതും ഇല്ല. സമാധാനമായും പരമാർത്ഥമായും അവൻ ദൈവത്തോടുകൂടെ നടന്നു. പലരെയും അകൃത്യം വിട്ട് അവൻ മാറുമാറാക്കി. അവർ സൈന്യങ്ങളുടെ യഹോവയുടെ ദൂതന്മാരായിരുന്നു. ആരംഭഘട്ടത്തിലെ കാര്യമാണ് ഇവിടെ വിവരിക്കുന്നത്. അവൻ്റെ അധരങ്ങൾ പരിജ്ഞാനം മാത്രം സൂക്ഷിച്ചിരുന്നു. വേറൊന്നിനും അവർക്ക് സമയമില്ല, സമയം കണ്ടെത്തുകയുമില്ല. ആലയത്തിലെ ശുശ്രൂഷകൾ, വരുന്ന ജനത്തെ ദൈവത്തോട് അടുപ്പിക്കുക, യാഗങ്ങൾ നടത്തുക, ഇതല്ലാതെ യാതൊരുവിധ കാര്യങ്ങളിലും അവർ ഇടപെട്ടിരുന്നില്ല. പരകാര്യങ്ങളിൽ ഇടപെടുവാൻ ദൈവം അനുവദിച്ചുമില്ല, അവർ പോയുമില്ല, അതിനവർ സമയം കണ്ടെത്തിയുമില്ല. ദൈവവചന ഉപദേശം അവരോട് ചോദിച്ച് പഠിക്കേണ്ടതായിരുന്നു ആരംഭത്തിൽ. ഇന്ന് പലരോടും ദൈവവചന ഉപദേശം ചോദിച്ചാൽ സഭകളുടെ പ്രസിഡന്റന്മാർക്ക് പോലും അതിന് തക്കതായി ഉത്തരം പറയുവാൻ കഴിയുന്നില്ല എന്നുള്ളത് ഖേദകരമായ ഒരു സത്യമല്ലേ? എന്നാൽ മലാക്കിയുടെ കാലം ആയപ്പോൾ 2-ാമത്തെ 8-ാമത്തെ വാക്യമാണ്, ഇത് വേറെങ്ങു നിന്നും ഇറക്കുമതി ചെയ്തതോ ഞങ്ങളുടെ സ്വന്തം ഹൃദയത്തിൽ തോന്നിയതോ ആയ ഉപദേശം അല്ല. അവർ സ്വയം ദൈവവഴി വിട്ടുമാറി. അവർ പലരെയും ഉപദേശത്തിൽ ഇടറുമാറാക്കി. ലേവിയുടെ നിയമം അവർ നശിപ്പിച്ചു. ദൈവ വഴികളെ പ്രമാണിക്കാതെ ന്യായപ്രമാണത്തിൽ പക്ഷാഭേദം കാണിച്ചു. മലാക്കിയുടെ കാലമായപ്പോൾ മലാക്കിയിൽ കൂടെ ഇസ്രായേൽ ജനങ്ങളോട് പറയുകയാണ് 4 കാര്യങ്ങൾ. ജനത്തെ ദൈവവഴിക്ക് നടത്തേണ്ട ജനങ്ങൾ ദൈവവഴി വിട്ടുമാറാക്കി. ജനത്തെ ഉപദേശത്തിൽ സ്ഥിരപ്പെടുത്തേണ്ടവർ ഉപദേശത്തിൽ ജനത്തെ ഇടറുമാറാക്കി. ലേവിക്ക് കൊടുത്ത നിയമം എന്നേക്കുമായി ഹൃദയത്തിലും വചനത്തിലും സൂക്ഷിക്കേണ്ടവർ ആ നിയമം നശിപ്പിച്ചു കളഞ്ഞു. ദൈവവഴികളെ കാത്തു സൂക്ഷിക്കാതെ ന്യായപ്രമാണത്തിൽ പക്ഷാഭേദം കാണിച്ചു. അതിനുള്ള ശിക്ഷയും ദൈവം പറയുന്നു. ദൈവം അവരെ സകല ജനത്തിനും നിന്ദിതരും നീചന്മാരുമാക്കി. 2-ാം അധ്യായം 9-ാമത്തെ വാക്യം. ലേവിയുടെ കൃത്യമായ നിയമം എന്താകുന്നുവെന്ന് പുറപ്പാട് പുസ്തകം 28:30, ലേവ്യ പുസ്തകം 10:10, 11-ാം അധ്യായം 40-ാമത്തെയും 46-ഉം 47 വാക്യങ്ങളിലും, ലേവ്യ പുസ്തകം 24-ാം അധ്യായം 8-ാമത്തെ വാക്യത്തിലും, ആവർത്തന പുസ്തകം 10:8, 23-ാം അധ്യായം 8 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ കുറിച്ചു വെച്ച് വായിച്ചു നോക്കണം. ഈ കൃത്യമായ, ഈ പരിപാലിക്കേണ്ട, സൂക്ഷിച്ചു വെക്കേണ്ട നിയമത്തെ അവർ ജനത്തെ വിട്ടുമാറാക്കി, ഇടറുമാറാക്കി, നശിപ്പിച്ചു, പക്ഷാഭേദം കാണിച്ചു. ഇതിൽ കൂടുതൽ എന്ത് ദോഷം, അപരാധമാണ് അവർ ചെയ്യേണ്ടത്? ലേവ്യ പൗരോഹിത്യ വർഗത്തിന് പ്രമാണം ലഭിച്ച് ഏകദേശം 800 സംവത്സരങ്ങൾ കഴിഞ്ഞത്രേ വിശ്വാസത്യാഗവും ആത്മീയ മൂല്യച്യുതിയും സംഭവിച്ചത് എന്ന് കണക്ക് നോക്കി പഠിപ്പാൻ കഴിയും. എന്നാൽ പുതിയ നിയമസഭയാകുന്ന രാജകീയ പൗരോഹിത്യ വർഗത്തിന് 1906 AD പറയുന്നത്, ലോസ് ആഞ്ചലസിലെ ആരംഭിച്ച ഉണർവ് അസൂസ തെരുവിൽ
വില്യം ജെയ് സെയ്മൂറിനാൽ തുടക്കമിട്ട പെന്തക്കോസ്ത് ഉണർവിൻ്റെ തിരമാലകൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ എത്തിയതിൻ്റെ ഫലമായി, ഒരിക്കൽ കൂടെ പറയാം, 1906 AD ലോസ് ആഞ്ചലസിലെ അസൂസ തെരുവിൽ വില്യം ജെ സെയ്മൂറിനാൽ തുടക്കമിട്ട പെന്തക്കോസ്ത് ഉണർവിൻ്റെ തിരമാലകൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ എത്തിച്ചേർന്നതിൻ്റെ ഫലമായി ഏകദേശം 1928 ഉണ്ടായ പൂവത്തൂർ ഉണർവിനാൽ കേരളത്തിൻ്റെ തെക്കു വടക്കോളം അലയടിച്ചാരംഭിച്ച വിശ്വാസത്തിൻ്റെ തീഷ്ണത ഇന്ന്, അതായത് കേവലം 100 സംവത്സരങ്ങൾക്ക് ശേഷം 4ാം തലമുറയിൽ എവിടെ എത്തിയിരിക്കുന്നു എന്ന് ഇത് കേൾക്കുന്ന വ്യക്തികൾ ഒന്ന് ചിന്തിച്ച് ശോധന ചെയ്യണം. സീനായി മരുഭൂമിയിൽ കൂടെ യാത്ര ചെയ്ത് വാഗ്ദത്ത ദേശത്തേക്ക് പലായനം ചെയ്ത ആരാധനാ സമൂഹമായിരുന്നു ലേവ്യ പൗരോഹിത്യ ജനവും. അവർ മലാക്കിയുടെ കാലമായപ്പോഴേക്കും ആ കാലത്തെ ജനവും തമ്മിൽ യാതൊരു സാമ്യവുമില്ലാത്ത തരത്തിൽ എത്തിച്ചേർന്നതുപോലെയല്ലേ ഇന്നേക്ക് 100 സംവത്സരങ്ങൾക്ക് മുൻപ് കേരളക്കരയിലുണ്ടായ ഉണർവിനാൽ സംജാതമായ ദൈവസഭയും ദൈവസഭകളും ശുശ്രൂഷകന്മാരും ഇന്നത്തെ സഭകളും തമ്മിലുള്ള വ്യത്യാസം ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക. രാജകീയ പുരോഹിതവർഗമായ ദൈവസഭയും രാജകീയ പുരോഹിതവർഗം സ്വയാഭിമാനം കൊണ്ട് ചേർത്ത് നടക്കുന്ന ഇന്നത്തെ സഭകളുടെ പൊതു സ്വഭാവവും തമ്മിൽ ദയവായി ഒന്ന് താരതമ്യം ചെയ്യണം. ഇത് അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ള ശ്രേഷ്ഠ മഹാപുരോഹിതനായ യേശു ക്രിസ്തുവിൻ്റെ അപ്പസ്തലന്മാർ മുഖാന്തരം രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന ദിവ്യവചനങ്ങളിൽ ചിലത് ഒന്ന് ശ്രദ്ധിക്കുക. മലാക്കിയുടെ കാലമായപ്പോഴേക്ക് നടന്ന ആത്മച്യുതിയുടെ വിഷയം നമ്മൾ വളരെ വിശാലമായി വായിച്ച് അവരെ കുറ്റം പറഞ്ഞിട്ട് അവരിൽ കുറവുകൾ കണ്ടുപിടിക്കുമ്പോൾ ഇന്നത്തെ ആത്മീയ ഗോളത്തിൽ സംഭവിച്ചിരിക്കുന്ന ആത്മീയ മൂല്യച്യുതിയും കൂടെ ഒന്ന് ശ്രദ്ധിക്കണം. അപ്പോസ്തല പ്രവൃത്തി 20-ാം അധ്യായം 28 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ പൗലോസ് പറയുകയാണ്, യേശു ക്രിസ്തു സ്വന്തം രക്തത്താൽ തനിക്കായി സമ്പാദിച്ചിരിക്കുന്ന ദൈവത്തിന്റെ സഭയാകുന്ന ആട്ടിൻകൂട്ടമത്രേ ദൈവജനം. ഒരാളിൽ കൂടെ ഒരു സഭ ആരംഭിച്ചു എന്നതുകൊണ്ട് സഭ ആ വ്യക്തിയുടേതോ ആ വ്യക്തിയുടെ കാലശേഷം അവരുടെ മക്കളുടേതോ കൊച്ചുമക്കളുടേതോ അവകാശം പറഞ്ഞ് സഭയുടെ മേൽ കുത്തക സ്ഥാപിപ്പാൻ ദൈവമാരെയും അനുവദിച്ചിട്ടില്ല. യേശുക്രിസ്തുവിന്റെ സ്വന്തം രക്തത്താൽ തനിക്കായി ദൈവവചനമാണിത്. അപ്പോസ്തല പ്രവൃത്തികൾ 20-28 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ. അതിനെ വർഗവർണ്ണ ലിംഗ ഭാഷാ വ്യത്യാസമില്ലാതെ ഒന്നായി മേയ്ക്കുകയും സൂക്ഷിക്കുകയും ചെയ്യേണ്ടതത്രേ. ദൈവം ശുശ്രൂഷന്മാരാകുന്ന ഇടയന്മാരെ അതിനു വേണ്ടിയാണ് ആക്കി വച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഉള്ളിൽ സ്റ്റേറ്റും ഡിവിഷനും കറുത്തതും വെളുത്തതും എന്നുള്ള വർഗവർണ്ണ വ്യത്യാസം ഉണ്ടാക്കുന്നത് ദൈവവചനത്തിൽ ഉള്ള ഉപദേശം അല്ല എന്ന് മറന്നു പോകരുത്. എന്നാൽ ഇടയനായ യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷ ഏറ്റ ശേഷം അവരവർ ശുശ്രൂഷിക്കുന്ന സഭയെയും കൂട്ടത്തെയും പ്രസ്ഥാനത്തെയും ക്രിസ്തുവിലുള്ള ഏകാഗ്രത ശിഥിലീഭവിപ്പിച്ച് തങ്ങളുടെ പിന്നാലെ വലിച്ച് തങ്ങൾക്ക് സ്വന്തമാക്കുന്നവരത്രേ കള്ള അപ്പസ്തലന്മാരും കള്ള ഇടയന്മാരും കൊടിയ ചെന്നായ്ക്കളും കള്ള പ്രവാചകന്മാരും എന്ന് മുഖം നോക്കാതെ ദൈവത്തിന്റെ വചനത്തിൽ എഴുതിയിരിക്കുന്നു. ആടുകളെ തങ്ങളുടെ പിന്നാലെ വലിച്ചെറിയുന്ന കൊടിയ ചെന്നായ്ക്കൾ ഞാൻ പോയ ശേഷം നിങ്ങളുടെ നടുവിൽ നിന്ന് എഴുന്നേൽക്കും. 28 മുതൽ 30 വരെയുള്ള വാക്യങ്ങളൊന്ന് ശരിക്കും വായിച്ചു പഠിക്കണം എന്നെ കേൾക്കുന്ന ശ്രോതാക്കൾ. തിമോഥെയോസിന്റെ 2-ാമത്തെ ലേഖനം 3-ാം അധ്യായം 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ ശ്രദ്ധിക്കുക. അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരും. ദുർഘട സമയങ്ങൾ എന്ന് പറഞ്ഞാൽ ആപത്ഘട്ടങ്ങൾ തരണം ചെയ്യുവാൻ കഴിയാത്ത വിധത്തിൽ അപകടങ്ങൾ നിറഞ്ഞ സമയങ്ങൾ വരും. അതിവിടുത്തെ ബോംബോ AK-47 അല്ല, ആത്മീയഗോളത്തിൽ വരുന്ന ബോംബിനെക്കാട്ടിൽ ഭീകരമായ ഭീവത്സമായ ഉപദേശങ്ങളുടെ നുഴഞ്ഞുകയറ്റം. പെറിലിയസ് ടൈംസ് എന്നാണ് എഴുതിയിരിക്കുന്നത്. ഈ പദത്തിന് ഡേഞ്ചറസ് എന്ന്
ഡിക്ഷണറി അർത്ഥമുണ്ട്. അപകടകരമായത്, ദുഃഖപൂർണമായത് എന്നൊക്കെയാണ് ഈ പദത്തിനർത്ഥം. അവ ഏതൊക്കെയാണെന്ന് കൂടി ഒന്ന് നോക്കുക. ദൈവസഭയുടെ കാര്യമാണ്. രാജകീയ വിരോധ വർഗത്തിന്റെ ഇന്നത്തെ അവസ്ഥയുടെ വിശേഷമാണ് വിശുദ്ധ പൗലോസ് എഫെസോസിലെ ബിഷപ്പായിരുന്ന തിമോഥെയോസിന്റെ പേർക്ക് പ്രവചനമായി എഴുതിയിരിക്കുന്നത്. അന്ത്യകാലത്ത് 1, മനുഷ്യർ സ്വസ്നേഹികളാകും, ലവേഴ്സ് ഓഫ് ദെയർ ഓൺ സെൽസ്. 2, അവർ ദ്രവ്യാഗ്രഹികളാകും, കവച്വസ് എന്ന് പറഞ്ഞാൽ മണി ലവേഴ്സ് ആകും. 3, അവർ വമ്പ് പറയുന്നവരാകും. എവിടെങ്കിലും ഒരു ഓപ്പൺ എയർ മീറ്റിങ്ങിന് പ്രസംഗിച്ച് ആരെങ്കിലും കൈവൊക്കിയാൽ അടുത്ത സ്ഥലത്ത് പോകുമ്പോൾ 1000 പേര് കൈവൊക്കിയെന്നും, ഒരാളിനെ എവിടെങ്കിലും സ്നാനപ്പെടുത്തിയാൽ 100 പേരെ സ്നാനപ്പെടുത്തിയെന്നും ഒക്കെ പറയുന്ന വമ്പ് പറയുന്നവർ. 4, അഹങ്കാരികൾ, പ്രൗഡ്. 5, ദൂഷകന്മാർ, അന്യരെ ദുഷിക്കുക. 6, അമ്മയപ്പന്മാരെ പോലും അനുസരിക്കാത്തവർ, ഡിസൊബീഡിയൻ ടു പേരൻസ്. തിരുവചനത്തിലെ കൽപ്പനകളിൽ അതിശ്രേഷ്ഠമായ കൽപ്പനയാണ് നിനക്ക് ദീർഘായുസ്സുണ്ടാകുവാനും നീ ചെല്ലുന്നിടത്ത് ശുഭമായിരിക്കാനും നിന്റെ അമ്മയപ്പന്മാരെ ബഹുമാനിക്കണം. പുതിയ നിയമത്തിൽ വിശുദ്ധ പൗലോസും അത് തന്നെ ആവർത്തിക്കുന്നു. നന്ദി കെട്ടവർ 7ാമത്തെ കൂട്ടരാണ്. അൺതാങ്ക്ഫുൾ. ദൈവത്തോട് നന്ദിയില്ല, പിന്നാണോ മനുഷ്യനോട് നന്ദി കാണിക്കുന്നത്. 8ാമത് അശുദ്ധരാണ്, അൺഹോളി. ഇവർ നടത്തുന്ന കൺവെൻഷൻ, 40 ദിവസത്തെ ഉപവാസം, അഗ്നി പ്രാർത്ഥന, അഗ്നി പ്രസംഗം, ഫയറ്, എന്തെല്ലാം പേരിട്ടാ വിളിക്കുന്നത് തിരുവചനത്തിൽ. അണുവിട അടിസ്ഥാനമില്ലാത്ത എത്ര പേരുകളാ. സമഭൂമിയിൽ നടത്തുന്ന സഭാഹോളിന് ഒലിവുമല പ്രസംഗം എന്നൊക്കെയാ പറയുന്നത്. 9, വാത്സല്യമില്ലാത്തവർ, വിത്തൗട്ട് നാച്ചുറൽ അഫെക്ഷൻ. സ്വാഭാവികമായിട്ട് അവർക്ക് യാതൊരു സ്നേഹവുമില്ല. പിന്നെ കാണുമ്പോൾ ചിരിക്കുകയും പറയുകയും ഒക്കെ ചെയ്യുന്നത് നാച്ചുറൽ അല്ല, കൃത്രിമമായ സ്നേഹമാണ് കാണിക്കുന്നത്. അതിന്റെ പിന്നിൽ മറഞ്ഞിരിക്കുന്ന മർമ്മം പണം. 10ാമത് ഇണങ്ങാത്തവർ. രാജകീയ പുരോഹിത വർഗത്തിന് വരുവാൻ പോകുന്ന ദോഷം, വന്നുകൊണ്ടിരിക്കുന്ന ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ദോഷത്തെക്കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ പ്രവചിച്ചതാണ്. ഇണങ്ങാത്തവർ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ ട്രൂസ് ബ്രേക്കേഴ്സ്, നിയമലംഘികൾ എന്നാണ് എഴുതിയിരിക്കുന്നത്. എന്താണ് കർത്താവിൻ്റെ ഏറ്റവും വലിയ നിയമം? യോഹന്നാൻ എഴുതിയ സുവിശേഷം 13:34 ഞാൻ നിങ്ങളെ സ്നേഹിച്ച പോലെ നിങ്ങൾ അന്യോന്യം സ്നേഹിക്കണം. ശുശ്രൂഷകന്മാരെ, നിങ്ങളുടെ സഭയിൽ ദശാംശവും വഴിപാടും വിസിറ്റിന് പോകുമ്പോൾ പ്രത്യേക ഗിഫ്റ്റും വാങ്ങിക്കുന്ന വ്യക്തികളോട് നിങ്ങൾക്ക് ഇണക്കമാണോ, പിണക്കമാണോ, സ്നേഹമാണോ? ഒരു വീട്ടിൽ കയറി അവിടുത്തെ ന്യൂസ് അറിഞ്ഞ ശേഷം അടുത്ത വീട്ടിൽ ചെന്നത് കൊടുക്കുന്ന ഏഷണിക്കാരല്ലേ പലരും, ഫോൾസ് അക്യൂസേഴ്സ്. 11ാമത്തെ ദോഷം. 12ാമത്തേത് അജിതേന്ദ്രിയന്മാർ, വിത്തൗട്ട് സെൽഫ് കൺട്രോൾ. പണ്ടൊക്കെ വഴിനീളെ സർക്കസ് നടത്തുകയും സൈക്കിളജ്ഞം നടത്തുകയും അവസാനത്തെ ദിവസത്തിൽ അവർ ബെല്ലും ബ്രേക്കുമില്ലാത്ത സൈക്കിളിൽ വഴിയോരത്തിൽ ഒരു ബലൂണും ഒക്കെ ടയറെ കെട്ടിക്കൊണ്ട് നടന്ന് വീലെ കെട്ടിക്കൊണ്ട് നിറഞ്ഞ ശബ്ദം കേൾപ്പിച്ചിട്ട് വിളിച്ചു പറയും, മാറിക്കോണം മാറിക്കോണം, ഇതിന് ബെല്ലുമില്ല ബ്രേക്കുമില്ല. ഇന്നത്തെ കാലത്തെ പല ശുശ്രൂഷകന്മാരും വിശ്വാസികളും ഇങ്ങനെയാണ്, അജിതേന്ദ്രിയം. അവർക്ക് പല വിഷയങ്ങൾ ഉണ്ടെങ്കിലും അവർക്കുള്ളതിനെ തന്നെ വേറെ കാണുമ്പോൾ അതിനകത്ത് ജിതേന്ദ്രിയമില്ലായ്മ വെളിപ്പെടുത്തുക. അങ്ങനെ പോകുന്ന അജിതേന്ദ്രിയന്മാർക്ക് അതെ സാക്ഷികൾ ഉൾപ്പെടെ അജേന്ദ്രിയത്തിന്റെ വെളിപ്പാടുകൾ കണ്ടിട്ടും അതിനെ ക്ഷമിച്ചു കൊടുക്കുന്ന കമ്മിറ്റി അംഗങ്ങളും കൗൺസിൽ മെമ്പേഴ്സും. 13ാമത് ഉഗ്രന്മാർ, ബ്രൂച്വൽ, ഫിയേഴ്സ്. സൂക്ഷിച്ചോണം, അപ്പച്ചൻ്റെ അടുക്കൽ ചെന്ന് സംസാരിക്കുന്ന അപ്പച്ചൻ അടിച്ചേ വിടുകയുള്ളൂ എന്നൊരാളിനെ കുറിച്ച് ഒരിക്കൽ പറഞ്ഞു. വേണ്ട, കൗൺസിൽ മീറ്റിംഗിൽ തനിക്കെതിരായി പറഞ്ഞതിന് പുറത്തു കൊണ്ടുവന്നിട്ട് അടിച്ച സംഭവം വരെ ആത്മീയ ഗോളത്തിലില്ലേ. സൽഗുണദോഷികൾ 14ാമത്തെ കൂട്ടരാണ്. ഡിസ്പൈസേഴ്സ് ഓഫ് ഗുഡ് വർക്ക്സ്. അവരും ഗുണം ചെയ്യുകയില്ല, മറ്റുള്ളവരെ കൊണ്ട് ഗുണം ചെയ്യിക്കുകയുമില്ല. അന്ത്യകാലത്ത് വരുന്ന ദോഷവശങ്ങളിൽ 15ാമത്തേത് ദ്രോഹികൾ, ട്രൈറ്റേഴ്സ്. ഇപ്പം തൻ്റെ പെന്തക്കോസുകാർ സംസാരിക്കുന്ന അന്യഭാഷകളെല്ലാം കള്ളത്തരമാണെന്ന് പറഞ്ഞ് ഒരുത്തൻ ഒരു പ്രത്യേക ചാനലിൽ പോയി നിന്ന് സംസാരിക്കുന്നു. അവൻ ദ്രോഹിയല്ലേ? ദൈവവചനത്തിൽ കാണുന്ന ദ്രോഹിയല്ലേ?
ആ വ്യക്തി ആരംഭത്തിൽ അന്യഭാഷ പറഞ്ഞവനല്ലേ? അന്യഭാഷയ്ക്ക് ഉത്സാഹം കൊടുത്ത വ്യക്തിയല്ലേ? ട്രൈറ്റേഴ്സ്, രാജ്യദ്രോഹികൾ എന്ന് വേണം അവരെ കുറിച്ച് പറയേണ്ടത്. അതിന് മുതലെടുക്കുവാൻ നടക്കുന്ന ചാനൽക്കാരും സംസാരിക്കുന്നവരും. 16-ാമത്തെ കൂട്ടർ ധാർഷ്ട്യക്കാർ, റെക്ലെസ്. ഹെഡി എന്നാണ് പറയുന്നത്. ഈ തലക്കനമൊക്കെ ഒന്ന് കാണണം ചില വ്യക്തികളുടെ. ആരും ഒന്നും പറയാനൊക്കത്തില്ല, റെക്ലെസ് ആയിട്ട് സംസാരിച്ച് കളയും. ഞാൻ ഉള്ള കാര്യം പറഞ്ഞാൽ, ഒരുവനെ കൊല്ലുന്നതിന് തുല്യമായ വാക്കുകൾ പറഞ്ഞിട്ട് 4 പേരത് തെറ്റാണ് ചെയ്തതെന്ന് പറയുമ്പോൾ, ഒരു വാക്കുകൊണ്ട് അങ്ങ് ക്ഷമിച്ചേര് എന്ന് പറയുമ്പോൾ ഹൃദയത്തിനുള്ളിൽ ക്ഷമിച്ചാലും ക്ഷമിച്ചില്ലെങ്കിൽ എനിക്കൊന്നും പറയുക സംഭവിക്കുകയില്ല എന്ന് പറയുന്ന വ്യക്തികളാണ് റെക്ലെസ്, ധാർഷ്ട്യക്കാർ. അടുത്തെഴുതിയിരിക്കുന്നത് ഭോഗികളായവർ, ലവേഴ്സ് ഓഫ് പ്ലഷർ, ദൈവപ്രിയമില്ലാത്തവർ. 18-ാമത്തെ കൂട്ടരാ ദൈവപ്രിയമില്ലാത്തവർ. വിത്തൗട്ട് ലവ് ഓഫ് ഗോഡ്, ഡിനേയിങ് ദ പവർ ഓഫ് ഗോഡ്, ഡിനേയിങ് ദി എക്സിസ്റ്റൻസ് ഓഫ് ഗോഡ്. ഞാനൊരിക്കൽ ദൈവവചനം ശുശ്രൂഷിച്ച് കഴിഞ്ഞ് അവിടുത്തെ ഒരു മൂപ്പൻ, അവിടുത്തെ സെക്രട്ടറി എൻ്റെ അടുക്കൽ വന്ന്, ഇത്രയൊന്നും പറയേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ പറഞ്ഞു, ബ്രദറെ, ദൈവവചനമല്ലേ പ്രസംഗിച്ചത്? ഓ, ദൈവവചനം എന്താ ഇത് അന്നത്തെ കാലത്ത് അവരെഴുതി വെച്ചു എന്നുള്ളതല്ല, ഇന്നത്തെ കാലത്ത് തുടരുവാൻ കഴിയുന്ന കാര്യമാണോ പാസ്റ്ററെ? ദൈവപ്രിയം ഇല്ലാതെ ഭോഗപ്രിയരായിരിക്കുന്നവർ, ലവേഴ്സ് ഓഫ് പ്ലഷർ. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ദൈവം ഉണ്ടോ? ഓ, ദൈവം ഉണ്ടെങ്കിൽ എന്താ, ഇല്ലെങ്കിൽ എന്താ, നമുക്ക് നമ്മുടെ കാര്യം നടക്കണ്ടേ. എൻ്റെ അടുക്കൽ വന്നാൽ ഞാൻ തൊട്ട് കാണിക്കാം അദ്ദേഹത്തെ. ഇവിടെയുണ്ട് ഭക്തിയുടെ വേഷം ധരിച്ച് ആ ഭക്തിയുടെ ശക്തിയെ ത്യജിക്കുന്നവർ. ഹാവിങ് ദ ഫോം ഓഫ് ഗോഡ് ബട്ട് ഡിനേയിങ് ദ പവർ ഓഫ് ഗോഡ്. ഭക്തിയുടെ വേഷത്തിൽ ശക്തിയുണ്ട് കേട്ടോ. ഈ വകയിൽ പെടാത്ത മറ്റനവധി ആളുകൾ, അതായത് ലേവി പുരോഹിത വർഗത്തിൽപ്പെട്ട ശാപഗ്രസ്തരായ ധാരാളം പേരെക്കാൾ അധികം ദൈവവിരോധികളായ വ്യക്തികൾ രാജകീയ പുരോഹിത വർഗത്തിൽ ഉണ്ട് എന്ന് അസന്നിഗ്ധമായി പറയാതിരിപ്പാൻ നിർവാഹമില്ല. അങ്ങനെയുള്ളവർ ഇന്നത്തെ ആത്മീയ ഗോളത്തിൽ ഉണ്ട്. വിശുദ്ധ പൗലോസ് എഴുതിയിരിക്കുന്ന വാക്യങ്ങൾ ഉപദേശസഹിതം നിങ്ങളുടെ മുൻപാകെ ഞാൻ കൊണ്ടുവന്നു. നാം രാജകീയ പുരോഹിത വർഗമാണ്. യേശുക്രിസ്തുവിന് ചേരാത്ത യാതൊരു സ്വഭാവങ്ങളും നമ്മുടെ ജീവിതത്തിൽ പകരുത്. അതുകൊണ്ടാണ് വിശുദ്ധ പൗലോസ് എഴുതി, ലെറ്റ് ദിസ് മൈൻഡ് ബി ഇൻ യു ഓൾസോ വിച്ച് വാസ് ഇൻ ക്രൈസ്റ്റ് ജീസസ്. യേശുക്രിസ്തുവിലുള്ള ഭാവം നിങ്ങളിലും ഉണ്ടാകട്ടെ. സ്വയം ശോധനയെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇനിയും യാക്കോബ്, പത്രോസ് ആദിയായ ദൈവഭക്തന്മാർ ഇന്നത്തെ ആത്മീയ കോളത്തിൽ നടന്നു വരുന്ന അനാത്മീയ വിഷയങ്ങളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഉപദേശങ്ങൾ, പ്രവചന രൂപേണ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അല്പമായി വിചിന്തനം ചെയ്യാം. പരിശുദ്ധ ദൈവമേ, നന്ദിയോടുകൂടെ സ്തോത്രം. വചനത്തിൻ്റെ വ്യവസ്ഥ വിട്ടിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറാതെ ദൈവകൃപയിൽ തന്നെ നിലനിന്ന് നല്ലൊരന്ത്യം പ്രാപിപ്പാൻ ഞങ്ങൾക്ക് കൃപ തരണം. കേൾവിക്കാരായ ദൈവദാസീദാസന്മാരെ എല്ലാം അനുഗ്രഹിക്കണം എന്ന് പുത്രൻ്റെ ധന്യനാമത്തിൽ അതിവിനീയമായി പ്രാർത്ഥിക്കുന്നു. കേൾക്കുമാറാകണമേ.